മൈ ലവ്ലി മാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. This is a quality improvement program with SCRT. Please subscribe the video. Today we have the multiplication table of 6. Yes, multiplication table of 6. നമുക്ക് ബാക്കി ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പഠിക്കുന്നതിന് നമുക്ക് 10 ബൗളുകളാണ് ആവശ്യം. 10 ബൗളുകളിൽ 2 സംഖ്യകൾ വീതം ഒരു പ്രത്യേക ക്രമത്തിൽ വന്ന് നിറയുകയാണ്. നാം ഉപയോഗിക്കുന്ന സംഖ്യകൾ 0 മുതൽ 9 വരെ മാത്രമാണ്. എന്നാൽ നമ്മുടെ 6ന്റെ പട്ടികയ്ക്ക് മാത്രം നമുക്ക് 10 ബൗളുകൾ പോരാ, 20 ബൗളുകൾ ഉപയോഗിക്കേണ്ടി വരും. അവയിൽ ഒരു പ്രത്യേക രീതിയിൽ സംഖ്യകൾ അടുക്കേണ്ടി വരും. അതുകൊണ്ട് മറ്റ് ടേബിളുകളെക്കാളും കൂടുതലായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. Okay. Yes, second one. 3 ബൗളുകൾ എത്തി. അടുത്തത് 3. എങ്ങനെയാണ് വന്നതെന്ന് നോക്കൂ. 10ാമത്തെ ബൗളും എത്തി. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്, ഇങ്ങനെ 10 ആയിട്ട് എടുക്കുന്നത്. സംഖ്യകൾ 1, 2, 3, 4, 5, 6, 7, 8, 9 and 0. ഇത് കണ്ടിട്ട് നമുക്ക് ഏത് ടേബിൾ പോലെയാണ് തോന്നുന്നത്? 3ന്റെ ടേബിൾ ആണെന്ന് തോന്നുന്നു. നോക്കാം. 0, 0, 0, 1, 1, 1, 2, 2, 2, 3. യെസ്, ഇതിപ്പോൾ 3ന്റെ ടേബിൾ നമ്മൾ പഠിച്ചതാണ്. അത് നമുക്ക് ഈ 6ന്റെ ടേബിളിന് ആവശ്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഇനിയോ വീണ്ടും ബൗളുകൾ വന്ന് നിറയുന്നുണ്ട്. ഏത് ക്രമത്തിലാണ് നിറയുന്നത് എന്ന് നമുക്ക് നോക്കാം. യെസ്, സെയിം വേയിലാണ് ബൗളുകൾ വന്നത്. നമ്പേഴ്സും അങ്ങനെ തന്നെയാണോ എന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 0. സെയിം 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള അതേപോലെ തന്നെയാണ് ഓരോ സംഖ്യകൾ വന്ന് നിറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഓരോ സംഖ്യകൾ കൂടി വരേണ്ടതുണ്ട്. അത് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. 3, 3, 3, 3, 3, 3, 4, 4, 4, 4, 4, 4, 5, 5, 5, 5, 5, 5, 6, 6, 0. അപ്പൊ 3ന്റെ ടേബിൾ പോലെ തന്നെയാണ് ഏകദേശം. പക്ഷെ 0, 0, 0 എന്ന് എഴുതിയെടുത്ത് ഇവിടെ വരുമ്പോൾ 3, 3, 3, 4, 4, 4, 5, 5, 5 എന്ന ഒരു വ്യത്യാസം മാത്രം. അപ്പൊ നേരത്തെ എഴുതിയ 3ന്റെ ടേബിളും ഈ ഒരു പ്രത്യേക രീതിയിൽ അടുക്കിയിട്ടുള്ള സംഖ്യകളും രണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് 6ന്റെ ടേബിൾ എഴുതാൻ പോകുന്നത്. Yes. A quick revision again. Yes. Two, 2, and finally 3. അപ്പൊ ആക്ച്വലി ഇതാണ് നമ്മൾ 20 ബോക്സുകളിലാണ് ഇതിനെ എഴുതിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ബാക്കിയെല്ലാം ഒരുപോലെയാണ്. 0, 0, 0, 1, 1, 1, 2, 2, 2,
അടുത്ത 10 3 3 3 4 4 4 5 5 5 ഇത്രേ ഉള്ളൂ ഡിഫറൻസ്. ഒരിക്കൽ കൂടി നമ്മളെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് അതേ സെയിം കാര്യങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 0. അപ്പോൾ അവിടെ നമ്മൾ 0 0 0 1 1 1 2 2 2 എഴുതി. അതിന്റെ ബാക്കിയാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. 3 3 3 4 4 4 5 5 5 and finally 6. ഇവിടെ നമ്മൾ എഴുതിയ നമ്മളിപ്പോൾ ബൗളുകളിൽ നിറച്ച എല്ലാ നമ്പേഴ്സും ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഇത് ആദ്യത്തെ 10 ബൗളുകളിൽ ഇവിടെ രണ്ടാമത്തെ 10 ബൗളുകളും ഒരു പ്രത്യേക രീതിയിൽ അടുക്കിയിരിക്കുകയാണ്. ഇനിയോ ചില സംഖ്യകൾ മാത്രം മഞ്ഞ നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. ചില സംഖ്യകൾ മാത്രം. ശ്രദ്ധിച്ചു നോക്കൂ ഏതൊക്കെ സംഖ്യകളാണ്. നടുവിൽ ഒരു 15, അതിനെ ചുറ്റിയാണ് സംഖ്യകൾ നിൽക്കുന്നത്. മറ്റേ പട്ടികയിലാവട്ടെ നടുവിൽ ഒരു 45 ഉണ്ട്, അതിന്റെ ചുറ്റവുമാണ് മഞ്ഞ ലെറ്ററുകള് വേഗം വന്നിട്ടുള്ളത്. who is this? A baby master has come. നമ്മളെ പഠിപ്പിക്കാൻ ഒരു കൊച്ചു ബേബി വന്നിട്ടുണ്ട്. Another baby also. 2 ബേബിമാര് വന്നിട്ടുണ്ട് 2 പട്ടികയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് അവർ പറയുന്നത്? ബേബി വന്നതാ 06നെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. then 12 ഹൈലൈറ്റ് ചെയ്യുന്നു. then 18 highlighted. 24 then 30 ഹൈലൈറ്റ് ചെയ്യുന്നു. വാ. അപ്പൊ ആ ബേബി പഠിപ്പിച്ചു തന്ന നമ്പേഴ്സ് നമ്മൾ നോട്ട് ചെയ്യുക, നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഇനി ഈ ബേബി എന്താ പഠിപ്പിക്കുന്നത്? 36 സൂം ചെയ്ത് തന്നു. അപ്പൊ നമുക്ക് വേണ്ടതാണെന്നാണ് അർത്ഥം. 42 സൂം ചെയ്തു. വാ. 48 ആ ബേബി ചെയ്തതാണ്. then 54 ഇനി ഉണ്ടോന്ന് നോക്കട്ടെ. yes, 60 is also there. അപ്പൊ ബേബി വന്ന് 2 പേരും വന്ന് അവർക്ക് ആവശ്യമാണോ നമുക്ക് ആവശ്യമാണോ നമ്മളെ പട്ടിക പഠിപ്പിക്കാൻ വേണ്ട നമ്പേഴ്സ് ഒക്കെ പെരുക്കിയെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് സൂം ചെയ്ത് കാണിച്ചു. യെസ്, ഇത് 30 വരെ വരുന്ന ആ പട്ടികയുടെ ഭാഗമാണ്. ബേബി മാസ്റ്റർ, ബേബി സാർ വന്നിട്ടുണ്ട്. മുകളിലോട്ട് നോക്കൂ. ആദ്യം നിങ്ങൾ മുകളിലോട്ട് നോക്കൂ, പിന്നെ നിങ്ങൾ ലെഫ്റ്റിലോട്ട് നോക്കൂ. നിങ്ങൾക്ക് 12 കിട്ടും. then റൈറ്റിലേക്ക് നോക്ക്. then you will get 18. ഇനി താഴേക്ക് നോക്ക്. go down 24. പക്ഷേ ബേബി സാറ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന 06 അതിൽ കാണുന്നില്ല. അത് നമുക്കറിയാം. 15ന്റെ മുകളിലാണ് ബേബി സാർ ഇരിക്കുന്നത്. അതിന്റെ നേരെ മുകളിലാണ് 06 ആണ്. ആ നമ്പറും കൂടി സാറ് കാണിച്ചു തന്നിട്ടുണ്ട്. who is this? ഒരാൾ അപ്പോഴേക്ക് ഓടി വന്ന് മടിയിലേക്ക് ഇരിക്കാൻ നോക്കണ്ടല്ലോ. 30. അപ്പൊ ഈ ബേബി സാർ കാണിച്ചു തന്ന നമ്പർ 06, 12, 18, 24 and 30 ആണ്. ഓക്കെ, അടുത്ത ആള് വരുന്നുണ്ടോ നോക്കാം. 06 ഉണ്ടായിരുന്നു, അവിടെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു അല്ലേ, സസ്പെൻസ് ആക്കിയൊക്കെയായിരുന്നു. next baby sir has come. Go up, go left. 42 you will get. Go right, you will get 48. Go down, you will get 54. അതാരാ വന്നത്? 60 എവിടുന്ന് ജമ്പ് ചെയ്ത് വന്നിട്ടല്ലോ, മടിയിൽ തന്നെ പോയിരുന്നു.
Oh, 36 also came. So, നമ്മുടെ രണ്ടാമത്തെ ബേബി കൊണ്ടുവന്നിരിക്കുന്ന നമ്പേഴ്സ് 36, 42, 48, 54 and 60. Again, 36, 42, 48, 54 and 60. ദാ ആ ഒരു കൂട്ടം സംഖ്യകളിൽ നിന്ന് നമുക്ക് വേണ്ട സംഖ്യകളൊക്കെ വേർതിരിച്ച് ബേബീസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ, ബേബി പറഞ്ഞു തരികയാണ്. 6 എന്നാണ്. 1 into 6 6, 2 into 6 12, 3 into 6 18, 4 into 6 24, 5 into 6 30. അപ്പൊ ആ ബേബിയുടെ പണി കഴിഞ്ഞു. ഇനി മറ്റേ ബേബി പഠിപ്പിക്കാൻ വരുന്നുണ്ടോ നോക്കാം. യെസ്. 6 into 6 36, 6 into 7 42, 6 into 8 48, 6 into 9 54, and 6 into 10 60. So the multiplication table of 6 is here. Write down the numbers we taught you. ആരായിരിക്കും ഇത് പറയുന്നത്? ഞങ്ങൾ പഠിപ്പിച്ച നമ്പേഴ്സ് ഒക്കെ ഞങ്ങൾ തന്നിട്ടുള്ള ഈ ഇലകളിൽ എഴുതൂ. ആ ബേബിമാരാ പറയണേ. ഇത്ര നേരം ഞങ്ങൾ ഇത് പഠിപ്പിച്ചില്ലേ, ഇനി ഇത് ഞങ്ങൾക്ക് എഴുതി തരൂ. Write down the multiplication table of 6.